മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങിയപ്പോ കൂടെ നിന്ന് കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ. രണ്ടുപേരോടും ഖീല പറയപ്പെട്ടു കഴിഞ്ഞു, ഉദ്ഖുലൻ നാർ, നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ, മഅദ്ദാഖിലീൻ, എന്നെന്നും നരകത്തിൽ കടക്കുന്നവരോടുകൂടെ നിങ്ങൾ കടന്നോളൂ എന്ന് ആ പെണ്ണുങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞു. തൊട്ടിപ്പുറത്തെ ആയത്ത് വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണം ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയാണ്. സൗജി എന്ന് അല്ലാഹു പ്രയോഗിച്ചിട്ടില്ല, മനപ്പൊരുത്തമില്ലാത്തത് കൊണ്ട്. ഭർത്താവും ഭാര്യയും മുസ്ലിമല്ല, രണ്ടുപേരും മുസ്ലിമായിട്ടില്ല, ഒരാളെ മുസ്ലിമായിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലാഹു ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമല്ലേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. എന്തേ കാരണം എന്നറിയോ? റബ്ബി, അല്ലാഹുവേ, ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് വേണം എന്ന് മാത്രമല്ല ചോദിച്ചത്. റബ്ബി, അല്ലാഹുവേ, ഇബ്നി ലീ, എനിക്ക് വേണ്ടി നീ പണിയണേ, ഇൻദക, നിന്റെ അരികത്ത്. എന്ത് വേണം? ബൈതൻ, വീട്. വീടല്ല ആദ്യം വേണ്ടത്, നിന്റെ അരികത്താണ്, നിന്റെ ഖുർബാണ്, നിന്റെ സാമീപ്യമാണ് റബ്ബേ എനിക്ക് വേണ്ടത്. ഫറോവ എന്നെ ആക്രമിക്കുന്നുണ്ട്. ആരാണ് ഈ ഫറോവ? ഇന്നത്തെ കെയ്റോയിലെ നാഷണൽ മ്യൂസിയത്തിനുള്ളിൽ കിടക്കുന്ന ഡെഡ് ബോഡിയായി ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക് അള്ളാഹു മാതൃകയാക്കി വെച്ചു കൊടുത്ത റംസീസ് രണ്ടാമന്റെ ശവപ്പെട്ടി ഇന്ന് മനുഷ്യന്റെ മുമ്പിലെ കാഴ്ച വസ്തുവാണ്. ആ ദുൽമ് ചെയ്ത മഹാഹങ്കാരിയുടെ ഭാര്യയായിരുന്ന ആസിയ ബീവി കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കാനാണ്. ഈജിപ്തുകാരന്റെ റാ എന്ന് പറയുന്ന സൂര്യദേവനെ ഞാൻ ആരാധിക്കും, സൂര്യൻ ദൈവമല്ലെന്ന് പറഞ്ഞ് അള്ളാഹുവാണ് ലോകത്തിന്റെ സത്താവ്, അവൻ കണ്ണുകൾക്ക് കാണാത്തവനാണെന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ നോക്കി മൂസ നബി അലൈഹിസ്സലാമിനെ നോക്കി പഠിച്ച മഹദി ആസിയ റളിയല്ലാഹു അൻഹാ, നിന്റെ അരികത്ത് വീട് വേണം പടച്ചവനെ. ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ആ ആസിയ ബീവിയും വേറെ ഒരു പെണ്ണും കൂടെ ലോകത്തിന്റെ മാതൃകയുണ്ട് കേട്ടോ. അവരാരാണെന്നറിയുമോ? വമർയമ ബിനത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. ഇംറാനിന്റെ പുത്രി മറിയം റളിയല്ലാഹു അൻഹാ, മേരി എന്ന് പറയുന്ന മറിയം ഈസ നബി അലൈഹിസ്സലാമിന് ജന്മം കൊടുത്ത മഹദിയാണ് മറിയം റളിയല്ലാഹു അൻഹാ. മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം റൂഹൂതുകയും അങ്ങനെ കൺസെപ്ഷൻ നടക്കുകയും മഹദി റളിയല്ലാഹു അൻഹാ ഈസ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കുകയും ചെയ്ത ഒരു പുരുഷന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ, ഒരു മെയിൽ ഇന്റർവെൻഷൻ ഇല്ലാതെ അത്ഭുതകരമായ മഹാജന്മം അല്ലാഹു നൽകി അനുഗ്രഹിച്ച ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മഹാപ്രവാചകന്റെ ഉമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയം ബീവി. എന്തേ കാരണം എന്നറിയോ? എന്താ ഖുർആൻ പറഞ്ഞത് കാരണം? അവരാണ് ലോക മുസ്ലിമിന് ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ. അമുസ്ലിമീങ്ങളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ. സത്യവിശ്വാസികളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ. ഒന്ന് ഫറോവയുടെ ഭാര്യയാണ്, മറ്റൊന്ന് ഒരു ഭർത്താവിനെ സ്വീകരിക്കാതെ ഒറ്റക്ക് നിന്ന് ധർമ്മസമരം ചെയ്ത, ധർമ്മത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട നന്മയുടെ പ്രതീകമായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ അല്ലതി അഹ്സനത് ഫർജഹാ, തന്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു ഹറാമും ചെയ്യാത്ത മറിയം ബീവി. അഹ്സനത് ഫർജഹാ, ചാരിത്രശുദ്ധി ഉണ്ടായിരുന്ന മറിയം ബീവി, ഒരു അന്യ പുരുഷന്റെ മുഖത്ത് നോക്കാത്ത പെണ്ണ്, ഒരന്യ പുരുഷനോട് കൊഞ്ചിക്കൊഴയാത്ത പെണ്ണ്, സംസാരിക്കാത്ത പെണ്ണ്. അഹ്സനത് ഫർജഹാ, ചാരിത്രശുദ്ധി ഉണ്ടായിരുന്ന പെണ്ണ്, ചേഷ്ടിറ്റി ഉണ്ടായിരുന്ന പെണ്ണ്, ഹയാ ഉണ്ടായിരുന്ന പെണ്ണ് മറിയം ബീവി. വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി, അല്ലാഹുവിന്റെ വചനങ്ങളും അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളും സത്യമാണ് എന്ന് വിശ്വസിച്ച മറിയം ബീവി റളിയല്ലാഹു അൻഹാ
അള്ളാഹുവിന്റെ ലോകത്ത് ജീവിച്ചു മരിച്ചു പോകാനിരിക്കുന്ന സർവ്വവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണമല്ലേ? എന്തൊരു മനോഹരമായ ആയത്ത്. ഇന്ന സഅയകും ലശത്താ. വ്യത്യസ്തമായ കർമ്മങ്ങൾ. ഒരു ഭാഗത്ത് സൊഡോം ഗൊമൊറയിലെ ഹോമോസെക്ഷലായിരുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്ന ഭാര്യയാണ്, പെണ്ണാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പെണ്ണ്. അവിശ്വാസികളോടൊപ്പം ഇസ്ലാമിനെ കളിയാക്കിയിരുന്ന പെണ്ണ്, പ്രവാചകനെ കളിയാക്കിയിരുന്ന പെണ്ണ്, ഇസ്ലാമിന്റെ വേഷത്തെ, ഇസ്ലാമിന്റെ സംസ്കാരത്തെ കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണ്, അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ. രണ്ടുപേരുടെയും കർമ്മം എന്തൊരു വ്യത്യസ്തം. തൊട്ടിപ്പുറത്തോ സർവ്വസുഖങ്ങൾ ഉണ്ടായിട്ട് ഫറോവയുടെ കൊട്ടാരത്തിൽ രാജ്ഞിയായി കഴിഞ്ഞുകൊണ്ടിരിക്കെ അതൊന്നും എനിക്ക് വേണ്ടാതിനേക്കാളൊക്കെ വലുത് തൗഹീദാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണെന്ന് പറഞ്ഞ് തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് മൃഗീയമായി വധിക്കപ്പെട്ടു പോയ രക്തസാക്ഷിണിയാണ് അവരും ഒറ്റക്ക് ജൂതന്മാർ മുഴുവനും വ്യഭിചാരിണി എന്ന് പറഞ്ഞ് മറിയം ബീവിയെ അഭിസാരിക എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ജെറൂസലേമിൽ നിൽക്കാൻ സ്വൈരം കൊടുക്കാതെ മറിയം റളിയല്ലാഹു അൻഹാ തന്റെ ഗർഭത്തിലിരിക്കുന്ന മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കാൻ വേണ്ടി ഇടം തേടി നടന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹാ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ. ചാരിത്രമുണ്ടായിരുന്നപ്പോ, ചാരിത്ര ശുദ്ധി ഉണ്ടായിരുന്നപ്പോ പെണ്ണായി അച്ചടക്കത്തോടെ ലജ്ജയോടുകൂടെ നാണത്തോടുകൂടെ മറിയം ബീവിയെ പോലെ ജീവിച്ചാൽ അവർക്ക് സ്വർഗമല്ലേ? അവർ മുഅ്മിനീങ്ങളുടെ ഉദാഹരണമല്ലേ? മുഅ്മിനീങ്ങൾക്ക് മാതൃകയല്ലേ മറിയം റളിയല്ലാഹു അൻഹാ? വനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു അത്. സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കുന്ന വാപ്പയെ കാണാൻ ഇനി യോഗമുണ്ടോ? നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ കാണാൻ നമ്മുടെ മക്കൾക്ക് ഇനി യോഗമുണ്ടോ? റിമോട്ട് പിടിച്ച് ചാനലുകളായി മാറി മറിഞ്ഞ് ഒരു സീരിയൽ കഴിഞ്ഞാൽ മറ്റൊരു ചാനലിന്റെ സീരിയൽ എടുത്ത്, ഒരു സിനിമ കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒരു പാട്ട് കഴിഞ്ഞാൽ മറ്റൊരു റിയാലിറ്റി ഷോ, അത് കഴിഞ്ഞാൽ പുറത്തേക്ക്, ഇങ്ങനെ മാറി മാറി റിമോട്ട് പിടിച്ച് ടിവിയുടെ മുമ്പിലിരുന്ന് സമയം കഴിയുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ മക്കൾക്ക് കണ്ടുപഠിക്കാൻ എന്ത് മാതൃകയാണ് പെങ്ങളെ, എന്ത് മാതൃകയാണ് സഹോദരി, എന്ത് മാതൃകയാണ് ഉമ്മ, എന്ത് മാതൃകയാണ് വാപ്പ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. വകാനത് മിനൽ അള്ളാഹുവിന് ഭവ്യതയോടുകൂടെ നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു മറിയം ബീവി. അള്ളാഹുവിന് ഭവ്യതയോടുകൂടെ ഇബാദത്ത് ചെയ്തിരുന്ന പെണ്ണായിരുന്നു മറിയം ബീവി. ആ മാതൃക നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ഉമ്മ? ആ മാതൃക നമ്മുടെ വീടുകളിൽ ഉണ്ടോ സഹോദരി? നമ്മുടെ മക്കൾ വാല് കേട്ടാലും പ്രസംഗം കേട്ടാലും മദ്രസയിൽ പോയി പഠിച്ചാലും അറബി കോളേജിൽ പോയി പഠിച്ചാലും വീടിന്റെ ഉള്ളിലുള്ള സംസ്കാരമല്ലേ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഉമ്മ എന്ത് ചെയ്തു, വാപ്പ എന്ത് ചെയ്തു, ഇതല്ലേ മക്കൾ പഠിക്കുന്നത്. മക്കളെങ്ങാനും ഉറക്കത്തിൽ നിന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോഴേക്കും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മയെ കണ്ട കാലമുണ്ടോ? ഇപ്പോൾ ഉമ്മയെ കണ്ട കാലുണ്ടോ? ഉമ്മ കടന്നുറങ്ങുന്നുണ്ട്, ഉമ്മ നിസ്കരിച്ചിട്ടില്ല, ഉമ്മ ടിവിയുടെ മുമ്പിലുണ്ട്, ഉമ്മ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് എന്നല്ലാതെ എന്റെ ഉമ്മ പാതിരാത്രി നിസ്കരിക്കാറുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള കുട്ടികളുണ്ടോ? എന്റെ ഉമ്മയുടെ പ്രാർത്ഥന ഞാൻ കണ്ടുപോയിട്ടുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള മക്കളുണ്ടോ? എന്റെ ഉമ്മ മുസല്ലപ്പായ വിരിച്ച് സുജൂദിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഏതെങ്കിലും ഇന്നത്തെ ന്യൂ ജനറേഷൻ ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരി പെണ്ണായിരുന്നില്ലേ? അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ വയസ്സ് 18. ആ 18കാരി എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ലോക മുസ്ലിമീങ്ങളുടെ മാതാവല്ലേ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വന്തം അമ്മായിയായ ആയിഷ ബീവി നിസ്കരിക്കുന്ന നിസ്കാരം കണ്ടിട്ട് മഹാനായ സ്വഹാബി പറയുന്നത്, ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ ആയിഷ ബീവി മുസല്ല വിരിച്ച് നിസ്കരിക്കുകയാണ്. എന്താണ് നിസ്കാരത്തിൽ ഓതുന്നതോ? ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം.
ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹു നമ്മളോട് കാരുണ്യം കാണിക്കുകയും ഫവഖാനാ അദാബസ്സമൂം, നരകത്തിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ചൂടുള്ള കാറ്റ് നമ്മുടെ മുഖത്ത് വരാതെ അല്ലാഹു കാത്തില്ലയോ എന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മഹാഭാഗ്യത്തെ കുറിച്ച് പറയുന്ന ആയത്ത് ഇങ്ങനെ ഓതി ആയിഷ ബീവി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 18 വയസ്സുള്ള പെൺകുട്ടിയാണിത്. 18 വയസ്സുള്ള ചെറുപ്പക്കാരിക്ക് മാതൃകയായ ആയിഷ റളിയല്ലാഹു അൻഹയാണിത്. നിസ്കാരത്തിലുള്ള നൃത്തം കണ്ട് മണിക്കൂറുകളോളം നിന്നിട്ട് മഹാനായ സ്വഹാബി പറയാ, ഞാനൊന്ന് തിരിച്ചുപോയി ഒന്ന് ഉറങ്ങിയിട്ട് വരാം. ആയിഷ ബീവിയോട് വല്ലതും ചോദിക്കാൻ വന്നതാണ്. അമ്മായിയുടെ നിസ്കാരം കഴിഞ്ഞിട്ടില്ല, ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴും ആയിഷ ബീവി റൂമിൽ നിസ്കരിക്കുകയാണ്. അതേ ആയത്തോതി ഇങ്ങനെ കരയുന്നുണ്ട്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ, നരകത്തിന്റെ തീയിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ. ഈ വാക്ക് പറയുന്ന ചെറുപ്പക്കാരി പെണ്ണാണെന്ന് ഓർക്കണം. ആ കാഴ്ചകളാണ് സ്വഹാബത്തിനെ ഉണ്ടാക്കിയത്, ആ കാഴ്ചകളാണ് താബിഈകളെ ഉണ്ടാക്കിയത്, ആ കാഴ്ചകളാണ് ഇസ്ലാമിന്റെ ജനറേഷൻ ഉണ്ടാക്കിയത്. ഈ വീടിന്റെ ഉള്ളിലെ മാതൃക നമ്മുടെ ഉമ്മമാരെ, അതൊരു മാതൃക, ഇന്നത്തേത് വേറൊരു മാതൃക. എന്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്? ഏതാണ് നമ്മുടെ മക്കൾക്കുള്ള പാഠം? ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണല്ലോ. അള്ളാഹുവിന് വേണ്ടി മാതൃക കാണിക്കുന്ന വാപ്പമാരെവിടെ? അള്ളാഹുവിന് വേണ്ടി മാതൃക കാണിക്കുന്ന ഉമ്മമാരെവിടെ? അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ സമൂഹത്തിന് വേണം. അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അബൂ തൽഹ തങ്ങളുടെ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അന്നൊരിക്കൽ കാരക്കയുടെ കുരുവിന്റെ കൊട്ടയുമായി നടന്നു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക കുരു ചുമന്ന് നടന്നു വരുന്ന മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, മഹദി ഭർത്താവിനെ സഹായിക്കുകയാണ്, ഒട്ടകത്തിന്റെ തീറ്റ കൊണ്ടുവരികയാണ്. ആ പെണ്ണുങ്ങൾ നടക്കുന്ന കണ്ടപ്പോ, മഹദിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകത്തെ നിർത്തിയിട്ട് പറഞ്ഞു, ബഖിൻ ബഖിൻ ഇഖ് ഇഖ് എന്ന് പറഞ്ഞ് ഒട്ടകത്തെ താഴ്ത്തി കൊടുത്തു. കയറാൻ വേണ്ടി പറയുകയാണ് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അവരുടെ ഭാര്യമാർ, നബിയുടെ ഭാര്യമാർ നമുക്ക് മാതാക്കളാണ്. അല്ലാഹുവിന്റെ റസൂലോ നമുക്ക് വാപ്പക്ക് തുല്യമല്ലേ, നമ്മുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരല്ലേ. സ്വന്തം മകളോടെന്ന പോലെ ഒട്ടകപ്പുറത്ത് കയറാൻ പറഞ്ഞപ്പോ ഉമ്മു സുലൈം പറയുകയാണ്, ഫദകർതു ഗീറതക യാ അബാ തുൽഹ, അബൂ തുൽഹ നിങ്ങൾ വല്ലാതെ ഈർഷ്യതയുള്ള ആളാണല്ലോ, നിങ്ങളുടെ ഭാര്യയായി ഞാൻ മറ്റൊരാളിന്റെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, നോക്കുന്നത് ഇഷ്ടമല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലാണിത്, എന്നിട്ട് പോലും ഞാൻ അതോർത്ത് നബിയുടെ പിന്നാലെ കയറിയില്ല എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ മഹാനായ സ്വഹാബിയുടെ മറുപടി, ഉമ്മു സുലൈമേ, നിനക്ക് നബി തങ്ങളുടെ പുറകിൽ കയറലായിരുന്നു, അങ്ങാടിയിലൂടെ കൊട്ടയും പിടിച്ച് നടക്കുന്നതിനേക്കാളും ഖൈർ അള്ളാഹുവിന്റെ റസൂലിന്റെ പിറകിൽ കയറലായിരുന്നു മോളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. എന്താണ് ജാള്യത, എന്താണ് ലജ്ജ, എന്താണ് ചൈസ്റ്റിറ്റി, എന്താണ് ചാരിത്രശുദ്ധി, എന്താണ് ഒരു പെണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗന്ദര്യം? എന്താണ്? ആഭരണമാണോ? അല്ല. 4 വാക്ക് സംസാരിക്കാൻ കഴിയലാണോ? അല്ല. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം എന്താണ്? അവളുടെ ലജ്ജയാണ്, നാണമാണ്. നമ്മുടെ മക്കൾ കണ്ടു പഠിക്കുന്നത് ഉമ്മയെ കണ്ടിട്ടാണ്. ജാള്യതയില്ലാതെ, ലവലേശം സങ്കോചമില്ലാതെ അന്യാളുകളോട് അങ്ങാടിയിലൂടെ വെറുമൊരു